ഈ നമ്മുടെ ക്രിമിനൽ കേസുകളിലെ നടത്തിപ്പെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കേസ് അത് 3 സ്റ്റേജുകളാണ് അതിനകത്ത് കേട്ടോ. അതായത് ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി ആൻഡ് ട്രയൽ. ഇതാണ്. അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷണം. ഇൻക്വയറി അതായത് കോടതിയിൽ ഈ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ സമൺസൊക്കെ അയച്ച് പ്രതികൾക്ക് സമൺസോ വാറണ്ടോ ഒക്കെ അയച്ച് അവർ ഹാജരാകുന്നത് വരെയുള്ള പീരീഡ്, അതായത് കോടതി ചാർജ് ഫ്രെയിം ചെയ്യുന്നവരുള്ള പീരീഡ്, അതാണ് ഇൻക്വയറി എന്ന് പറയുന്നത്. അതായത് കുറ്റപത്രം സമർപ്പിക്കുന്നത് മുതൽ അത് കമ്മിറ്റ് ചെയ്യുക. മർഡർ കേസാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റ് ചെയ്യുക. സെഷൻസ് കോടതി സ്വന്തമായിട്ടോ അല്ലെ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്കോ അത് മേക്ക് ഓവർ ചെയ്ത് എടുക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറ്റപത്രം പ്രതിയെ വായിച്ച് കേൾപ്പിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അതാണ് ചാർജ് ഫ്രെയിം ചെയ്തെന്ന് പറയുന്നത്. ഇതുവരെയുള്ള ഭാഗമാണ് ഇൻക്വയറി എന്ന് പറയുന്ന സ്റ്റേജ്. അത് കഴിഞ്ഞ് ഉള്ളത് ട്രയലാണ്, വിചാരണ എന്ന് പറയുന്നത് ഈ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് അത് രേഖപ്പെടുത്തുന്നത് മുതൽ, അതായത് ചാർജ് ഫ്രെയിം ചെയ്യുന്നത് മുതൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരെ, അതായത് ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരെ. ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിചാരണ കോടതിയുടെ തന്നെ ജഡ്ജ്മെൻറ്റ്. അത് ഞാൻ ഫൈനൽ എന്ന് പറയാൻ കാരണമുള്ളത്, ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ കൊലക്കേസുകളിൽ തൂക്കാൻ വിധിക്കാതിരിക്കട്ടെ, വധശിക്ഷ കൊടുക്കാൻ വിധിക്കുക, അങ്ങനെയുള്ള കേസാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് പോലും ആവുന്നില്ല. കാരണം അത് ഹൈക്കോടതിയുടെ കൺഫർമേഷൻ വേണം. അപ്പോൾ ഹൈക്കോടതിയുടെ കൺഫർമേഷൻ ഉള്ള ഇതുവരെയും കൊടുക്കുന്നത് വരെയും വിചാരണയാണ്. അല്ലാതെ ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുത്തങ്ങ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ആ ജഡ്ജ്മെൻറ്റ് തീരും. അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ ട്രയൽ തീരുന്നുള്ളൂ. അപ്പോൾ വിചാരണ. അപ്പോൾ ഇതിനകത്ത് 3 ഭാഗത്തിൽ 2 ഭാഗത്ത് കുഴപ്പം വന്നാലും ഈ ഇൻക്വയറിയിൽ കുഴപ്പമൊന്നും വരാനില്ല. അതുമൂലം ട്രയലിനെ ഒന്നും അത് ബാധിക്കത്തില്ല, വിചാരണയെ ഒന്നും ബാധിക്കുന്നില്ല. നേരെ മറിച്ച് ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണത്തിൽ വലിയ പാളിച്ചകളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രതി രക്ഷപ്പെട്ടു പോകുന്നതിനിടയാകാം, പ്രതിക്ക് കേസ് വെറുതെ വിട്ടു പോകുന്നതിനിടയാകും. അല്ലെങ്കിൽ വിചാരണയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അതാകും. 27 റിക്കവറിയിൽ, അതായത് 27 ഡിസ്കവറി എന്നാണ്. റിക്കവറി നമ്മൾ പേരിൽ പറയും, എന്നാലും ഡിസ്കവറിയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ 27ാം വകുപ്പ് അനുസരിച്ചുള്ള പ്രതി കൊടുക്കുന്ന വിവരമനുസരിച്ച് പ്രതി ആനയിച്ചതനുസരിച്ച് പോയി കണ്ടെടുക്കുന്ന തെളിവ് ഒരു ഡിസ്കവറിയാണ്. ആ ഡിസ്കവറിക്ക് അത് എവിഡൻഷ്യറി വാല്യൂ ഉണ്ടെന്നാണ്. സാധാരണഗതിയിൽ പ്രതി പോലീസിനോട് പറയുന്ന കാര്യങ്ങൾക്ക് വിലയിലൊന്നുമില്ല, ഒരു എവിഡൻഷ്യറി വാല്യൂ ഇല്ല. നേരെ മറിച്ച് ഈ 27ാം വകുപ്പിനകത്ത് വരുന്ന ഈ ഇടപാടാണെന്നുണ്ടെങ്കിൽ അതിന് വിലയുണ്ട്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടെങ്കിൽ പോലും അതുമൂലം കുറ്റക്കാരനായ ഒരു പ്രതി ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ലെന്നുള്ള പ്രിൻസിപ്പിളാണ് ഉള്ളത്. സുപ്രീം കോർട്ടിൻ്റെ എത്രയോ ഡിസിഷൻസ് ഉണ്ട്, സുപ്രീം കോടതിൻ്റെ എത്രയോ ഡിസിഷൻസ് ഉണ്ട്, അതിൽ വെറുതെ വിടാൻ പാടില്ല.